ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് ട്രാഫിക് ലൈറ്റ് കൺട്രോളറാണ്. അപ്പോൾ ഒരു PLCയെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ട്രാഫിക് ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ലാഡർ ഡയഗ്രാം പ്രോഗ്രാം എഴുതുന്നത്, അവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ എയിം ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് ട്രാഫിക് ലൈറ്റ് കൺട്രോളർ. ഒരു ട്രാഫിക് ലൈറ്റ് കൺട്രോളറിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വർക്കിൽ ഒരു 4-വേ ജംഗ്ഷനിൽ എങ്ങനെയാണ് ട്രാഫിക് ലൈറ്റ് കൺട്രോൾ ചെയ്യുക, അതിന് അനുസൃതമായ ലാഡർ ഡയഗ്രാം പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഓരോ ജംഗ്ഷനിലും 2 വീതം ലൈറ്റുകളാണ്, 2 നിറങ്ങളിലുള്ള ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. റെഡ്, ഗ്രീന്. ഇവിടെ ഓറഞ്ച് എന്ന ലൈറ്റ് ഈ പ്രോഗ്രാമിൽ പ്രതിപാദിക്കുന്നില്ല. പകരം റെഡ്, ഗ്രീന് എന്നീ നിറങ്ങളിലാണ് ഓരോ ജംഗ്ഷനിലും ലൈറ്റുകൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റെഡ് എന്നുള്ളത് വാഹനങ്ങളുടെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനും, അതുപോലെ ഗ്രീൻ എന്നുള്ളത് വാഹനങ്ങളെ അലോ ചെയ്യാനും കടത്തിവിടാനുള്ള 2 കോഡുകളാണ്. അപ്പോൾ അതിന് അനുയോജ്യമായ പ്രോഗ്രാമാണ്, ഓരോ ജംഗ്ഷനിലും 2 നിറങ്ങളിലുള്ള ലൈറ്റുകൾ വർക്ക് ചെയ്യുന്ന ആവശ്യമായ പ്രോഗ്രാമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓരോ ജംഗ്ഷനിലും ഓരോ ടൈമർ ഉപയോഗിച്ചാണ് ഇവിടെ സമയം ക്രമീകരിക്കുന്നത്. നമ്മുടെ തിരക്കനുസരിച്ച്, വാഹനങ്ങളുടെ റഷ് അനുസരിച്ച് നമുക്ക് ആവശ്യമായ ടൈം അതിൻ്റെ പ്രീസെറ്റ് വാല്യൂവിൽ സെറ്റ് ചെയ്യുകയും അതിന് അനുസൃതമായിട്ട് ട്രാഫിക് ലൈറ്റ് ക്രമീകരിക്കാനും നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോഗ്രാം. ഇവിടെ 4 ടൈമേഴ്സാണ് ഉപയോഗിക്കുന്നത്. 4 ജംഗ്ഷനിലേക്കും 4 ടൈമേഴ്സ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഓൺ ഡിലേ ടൈമർ 100s ആണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് 100സോ 10സോ ഏതോ ആവാം. ഓൺ ഡിലേ ടൈമേഴ്സാണ് എടുത്തിരിക്കുന്നത് 4. ആ 4 ജംഗ്ഷന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടൈമേഴ്സ് ഇവിടെ ഉപയോഗിക്കുന്നു. ഇവിടെ ആദ്യം ഈ ലൈറ്റ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് സ്വിച്ചായിട്ട് 1i എന്നുള്ള ഒരു സിഗ്നലാണ് ഉപയോഗിക്കുന്നത്, ഒരു ഇൻപുട്ടാണ് ഉപയോഗിക്കുന്നത്. 1i ലഭിച്ചു കഴിഞ്ഞാൽ അതേസമയം ഈ പ്രോഗ്രാം പ്രകാരം അവിടെ 1q എന്നുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. കാരണം ഇവിടെ 2i 1m എന്നീ 2 സ്വിച്ചുകളുണ്ട്. അവ രണ്ടും നോർമലി ക്ലോസ്ഡ് സ്വിച്ചുകളാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നാം ഹൈ സിഗ്നൽ കൊടുത്തിട്ടില്ലെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത ഇവിടെ 0 ആണ് വേണ്ടത് എങ്കിലേ അത് വർക്ക് ചെയ്യുള്ളൂ. കാരണം രണ്ടും നോർമലി ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ 1i കൊടുത്തു കഴിഞ്ഞാൽ 1q 1 ആയിട്ട് മാറുന്നു. ഇനി ഈ 1qൻ്റെ അതേ കോഡാണ്, 1q എന്നുള്ളത് ഇവിടേക്ക് ഒരു ഫീഡ്ബാക്ക് ആയി കൊടുത്തിട്ടുണ്ട്. 1q ആണ് ഇവിടെ കാണുന്നത്. ആ 1q ഉപയോഗിക്കുന്നത്, ഇനി അഥവാ ഈ സ്വിച്ച് നമ്മൾ ഓണാക്കി അപ്പോൾ തന്നെ ഓഫാക്കി കഴിഞ്ഞാലും ഈ 1q 1 ആയതുകൊണ്ട് തന്നെ അതേ 1 ഇവിടെ ലഭിക്കുന്നു. ഈ 1 വെച്ചിട്ട് ഈ 1 തുടർന്ന് കൊണ്ടേയിരിക്കുന്നു. അതായത് ഈ ഫീഡ്ബാക്കിലുള്ള ഈ 1 ഉപയോഗിച്ചിട്ട് ഈ 1 തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു പുഷ് ബട്ടൻ്റെ ഉപയോഗം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഗതികൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് സ്റ്റാർട്ടിങ്. സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ തന്നെ 1q ലഭിക്കുന്നു. അത് പുഷ് ബട്ടണായി വർക്ക് ചെയ്യാൻ വേണ്ടി 1q ഇങ്ങോട്ട് ഫീഡ്ബാക്കായി കൊടുത്തിരിക്കുന്നു. ഇനി ഈ 1q കിട്ടിയ അതേ സമയത്ത് തന്നെ ഇവിടെയും ഫസ്റ്റ് ടൈമറിൻ്റെ ഇൻപുട്ടാണ് 1q ടൈമറിലേക്ക് ഇൻപുട്ട് ലഭിക്കുന്നു. ആ ഇൻപുട്ട്
പ്രകാരം ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ടൈമർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ PV എന്നുള്ള ഒരു പിന്നുണ്ട്. അതാണ് പ്രീസെറ്റ് വാല്യൂ. പ്രീസെറ്റ് വാല്യൂ ആണ് ടൈമറിൻ്റെ ടൈം നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ടൈംസ് പ്രീസെറ്റ് വാല്യൂവിലാണ് കൊടുക്കേണ്ടത്. അതിനനുസരിച്ചാണ് ടൈമർ ഔട്ട്പുട്ട് തരിക. അപ്പോൾ അത് പ്രകാരം പ്രീസെറ്റ് വാല്യൂവിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈം നാം സെറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇവിടെ 500 എന്നുള്ള വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഇത് ഹൺഡ്രഡ്സിൻ്റെ ടൈമർ ആയതുകൊണ്ട് തന്നെ 5 സെക്കൻഡായിട്ടാണ് അത് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ 1Q 1 ലഭിച്ച ഉടനെ 1Q ലഭിക്കുന്നു. അതേസമയം തന്നെ ഈ ടൈമർ ഓണായി സ്റ്റാർട്ടിങ് പ്രോസസ്സിലേക്ക് പോയി സ്റ്റാർട്ടിങ് ആയി ഇൻപുട്ടിലേക്ക് 1 കിട്ടിയതുകൊണ്ട് ഇനി ആ PV എത്തിക്കഴിഞ്ഞാൽ 5 സെക്കൻഡ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു 1M എന്നുള്ള ഔട്ട്പുട്ടിൽ നമുക്ക് തരുന്നു. അപ്പോൾ ഇവിടെ M എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് റെഡാണ്. അപ്പോൾ ആദ്യം സ്വിച്ച് ഓൺ ആകുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ജംഗ്ഷനിൽ ഗ്രീൻ എന്നുള്ള ലൈറ്റ് ഗ്ലോ ചെയ്യുന്നു. അതേസമയം ബാക്കിയുള്ള ജംഗ്ഷനിലേക്ക് റെഡ് ആയിരിക്കും. ഇനി ആ ഗ്രീൻ കിട്ടിയ ഉടനെ എന്ത് ചെയ്യുന്നു ഈ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 സെക്കൻഡ് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തത് 5 സെക്കൻഡ് ആണെങ്കിൽ 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് റെഡ് ലഭിക്കുന്നു. ആ ജംഗ്ഷനിൽ റെഡ് കത്തുന്നു. ആ റെഡ് കിട്ടുമ്പോൾ അവിടെ റെഡ് കത്തിക്കഴിഞ്ഞാൽ അതേസമയം ആ റെഡ് തന്നെ 1M ആണ്. ആ 1M എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് നോർമലി ക്ലോസ്ഡ് സ്വിച്ച് ആവുന്നു. ക്ലോസ്ഡ് സ്വിച്ച് ആയതുകൊണ്ട് ഇവിടെ 1 ആവുമ്പോൾ ഈ പ്രോഗ്രാമിലെ Q എന്നുള്ളത് ഓഫ് കണ്ടീഷനിൽ പോകുന്നു. കാരണം അത് നോർമലി ക്ലോസ്ഡ് സ്വിച്ചാണ്. ക്ലോസ്ഡ് സ്വിച്ചിൽ 1 എന്നുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് ഓഫ് കണ്ടീഷനിലേക്കാണ് പോവുക. അപ്പോൾ ഈ ജംഗ്ഷനിൽ അത് 0യിലേക്ക് പോകുന്നു. അതായത് ഫസ്റ്റ് ജംഗ്ഷനിൽ ഗ്രീൻ ഓഫ് കണ്ടീഷനിലേക്ക് പോകുന്നു. അവിടെ റെഡ് കത്തുന്നു. അപ്പോൾ ആദ്യ ജംഗ്ഷനിൽ ആ ടൈം കഴിഞ്ഞപ്പോൾ ആ ഗ്രീൻ ഓഫായിട്ട് റെഡ് ഗ്ലോ ചെയ്തു. അതേ സമയം തന്നെ ഇവിടെ ഈ 1M ആണ് റെഡ് എന്നതുകൊണ്ട് ആ 1M നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ 1M വെച്ച് അടുത്ത ജംഗ്ഷനിലെ QQ ഓൺ ആവുന്നു. ആ 2Q ഓൺ ആവുക എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തെ ജംഗ്ഷനിലെ ഗ്രീനാണ്. അതായത് ഫസ്റ്റ് ജംഗ്ഷനിലെ ഗ്രീന് ഓഫ് ആവുന്ന സമയത്താണ് അല്ലെങ്കിൽ റെഡ് ഓൺ ആവുന്ന സമയത്താണ് അതേ ജംഗ്ഷനിൽ ഗ്രീൻ ഓഫ് ആവുന്നത്. അതേ സമയം തന്നെ അതേ 1M വെച്ചിട്ട്, അതായത് ആ റെഡ് കിട്ടിക്കഴിഞ്ഞാൽ അതേ സമയം തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു അടുത്ത ജംഗ്ഷനിലെ 2Q ആണ്. Q എന്നത് വീണ്ടും ഓർക്കുക, Q എന്നത് ഗ്രീനാണ് ഉദ്ദേശിച്ചത്. അടുത്ത ജംഗ്ഷനിലെ ഗ്രീൻ ഗ്ലോ ചെയ്യുന്നു. അതേസമയം ബാക്കിയുള്ള ജംഗ്ഷനിൽ എന്തായിരിക്കും റെഡ് ആയിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു 1M എന്നുള്ളതുണ്ട്. അതേ സാധനം ഇവിടെ ഫീഡ്ബാക്കായി കൊടുത്തതെന്ന് വെച്ചാൽ ഈ ടൈമറിൻ്റെ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അത് റീസെറ്റ് കണ്ടീഷനിൽ പോകണം. അതിന് വേണ്ടി അതായത് റീസെറ്റ് ബട്ടണിൽ ഇതേ ഔട്ട്പുട്ടിൽ എന്താണ് ലഭിക്കുന്നത് അതേ അഡ്രസ്സ് 1M ആയതുകൊണ്ട് ഇവിടെ 1M എന്ന് കൊടുക്കുന്നു. ഇവിടെ Iയും Q ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഇൻപുട്ടും ഔട്ട്പുട്ടാണ്. ഇവിടെ M എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മെമ്മറി എന്നാണ്. ഈ PLC ICയുടെ അല്ലെങ്കിൽ പ്രൊസസ്സറിൻ്റെ മെമ്മറിയിലേക്കാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. 1M എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൊക്കേഷനാണ്, മെമ്മറിയിലെ ഒന്നാമത്തെ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു എന്നാണ് അർത്ഥം 1M. അതിൻ്റെ അഡ്രസ്സിങ് ആ രൂപത്തിലാണ് വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തായി 2Q കത്തിയോടുകൂടി രണ്ടാമത്തെ ജംഗ്ഷനിലെ ഗ്രീന് കത്തി അത് ഗ്ലോ ചെയ്തു. ഇനി ഈ 2Q കിട്ടിയതോടുകൂടി എന്ത് ചെയ്തു, അതേസമയം അടുത്ത ടൈമർ നോക്കുക, ഇവിടെ 2Q ആണ്, അടുത്ത ടൈമർ ഓണായി. ഇനി പ്രീസെറ്റ് വാല്യൂവിൽ എന്താണോ വാല്യൂ കൊടുത്തത്, ഉദാഹരണമായിട്ട് ഇവിടെ 500 തന്നെ ആയിക്കോട്ടെ. അപ്പോൾ 5 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും 2M എന്ന ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു. 2M എന്ന് പറയുമ്പോൾ M എന്താണ് റെഡാണ്, മനസ്സിലാക്കുക. Q ഗ്രീനും M റെഡും ആണ്. ആ റെഡ് കിട്ടിക്കഴിഞ്ഞാൽ അതേ സമയം എന്ത് ചെയ്യുന്നു 2M അത് ഇവിടെയും കിട്ടുന്നുണ്ട്. അത് നോർമലി ക്ലോസ്ഡ് സ്വിച്ചാണ്. ഇവിടെ റെഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു
ഈ 2Q എന്താവുന്നു ഓഫ് കണ്ടീഷനിൽ വരുന്നു. കാരണം ഇത് നോർമലി ക്ലോസ്ഡ് സ്വിച്ചാണ്. അപ്പോൾ അങ്ങനെ ഓഫ് കണ്ടീഷനിൽ വരുന്നു. അതേസമയം തന്നെ ഈ 2M വെച്ചിട്ട് വീണ്ടും ഇതേ 2M ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 2M വെച്ചിട്ട് 3Q ഓൺ ആവുന്നു. അടുത്ത ജംഗ്ഷനിലെ ഗ്രീന് ഓൺ ആവുന്നു. ഇതൊരു ചെയിനാണ്, ശ്രദ്ധിക്കണം. ഇതൊന്നിൻ്റെ റിപ്പീറ്റേഷനാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം അതേ സാധനമാണ് വീണ്ടും പറയുന്നത്, ഓരോ ജംഗ്ഷന് മാറുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2M കിട്ടിക്കഴിഞ്ഞാൽ അതേ സമയം എന്ത് ചെയ്യുന്നു, 3Q ഓൺ ആവുന്നു. 3Q മീൻസ് മൂന്നാമത്തെ ജംഗ്ഷനിലെ ഗ്രീൻ ഓൺ ആവുന്നു. ആ ഗ്രീൻ ഓൺ ആയി കഴിഞ്ഞാൽ നോക്കുക, അടുത്ത ടൈമറിലേക്ക് എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ ടൈമറിലേക്ക് ഇൻപുട്ട് ലഭിക്കുന്നു. ആ ടൈമറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റ് വാല്യൂവിനനുസരിച്ച് ഇവിടെ ഔട്ട്പുട്ട് 3M എന്ന് ലഭിക്കുന്നു. M റെഡാണ്. അപ്പോൾ ഈ റെഡ് കിട്ടിയത് കൂടി എന്ത് ചെയ്യണം, ഈ ഗ്രീൻ ഓഫാണ്. അതിന് വേണ്ടി ഇതാണ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് 3M എന്നുള്ള നോർമലി ക്ലോസ്ഡ് സ്വിച്ച് ആക്കി കൊടുത്തു. അപ്പോൾ എന്താവും, ഈ 3M കിട്ടുന്നതോടുകൂടി 3Q ഓഫ് കണ്ടീഷനിലേക്ക് പോകുന്നു. ഇനി ഈ 3M കിട്ടിയതോടുകൂടി എന്ത് ചെയ്യുന്നു, ഇവിടെ 3M ഉണ്ട് ഇൻപുട്ടായിട്ട്. 4Q അടുത്ത ജംഗ്ഷനിലെ നാലാമത്തെ ജംഗ്ഷനിലെ ഗ്രീൻ ഗ്ലോ ചെയ്യുന്നു. അപ്പോൾ ഗ്രീൻ ഗ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അതേസമയം അടുത്ത ടൈമർ എന്ത് ചെയ്യുന്നു, 4Q ആണ്, വർക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുന്നു. എത്രയാണോ പ്രീസെറ്റ് വാല്യൂവിൽ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് അത് ഔട്ട്പുട്ട് തരുന്നു. ഔട്ട്പുട്ട് 4M ആണ്. മീൻസ് ഇവിടെ റെഡ് കത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 4M എന്നുള്ള റെഡ് കത്തിക്കഴിഞ്ഞാൽ 4Q ഓഫാണ്. അതിനുവേണ്ടി ഇതേ സാധനത്തിന് മുമ്പ് കാണിച്ച അതേ റിപ്പീറ്റേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നു, 4M നോർമലി ക്ലോസ്ഡ് സ്വിച്ച് ആയി കൊടുത്തു. അവിടെ എന്ത് ചെയ്യുന്നു, അത് ഓഫ് കണ്ടീഷനിലേക്ക് പോകുന്നു 4Q. അപ്പോൾ നിലവിൽ 4M എന്നുള്ളത് നാലാമത്തെ ജംഗ്ഷനിൽ റെഡ് കത്തുന്നു. അതേസമയം എന്ത് ചെയ്യണം, അടുത്ത ജംഗ്ഷനിൽ ഗ്രീന് കത്തിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഈ 4M എന്നുള്ളത് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നു 4M സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ജംഗ്ഷനിലെ ഗ്രീന് വീണ്ടും അവിടെ ഗ്ലോ ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് പ്രോഗ്രാമിൻ്റെ സൈക്ലിങ്. ആ രീതിയിലാണ് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അവിടെ ഒന്ന് വർക്ക് ചെയ്ത് ആ ടൈമറിൻ്റെ ഔട്ട്പുട്ടിനനുസരിച്ച് അടുത്ത ജംഗ്ഷനിലേക്കും ഓരോന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ സൈക്കിളായിട്ട് തുടരുന്നു. ഇനി ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബട്ടണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 2i എന്നുള്ള ഒരു സ്വിച്ച്. ഈ 2i കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വർക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ. ഇനി എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ 2i എന്നുള്ള ബട്ടണ്, ഇൻപുട്ട് ബട്ടണ്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്ക് ഹൈ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ലൈറ്റ് വർക്കിംഗ് അവിടെ സ്റ്റോപ്പ് ആവുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ 2i എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2i ഇല്ലെങ്കിലും ട്രാഫിക് ലൈറ്റ് വർക്ക് ചെയ്യും, പക്ഷെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ എലമെൻ്റാണ് ഈ ഇവിടെ 2i എന്നുള്ള ആ സ്വിച്ച്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് Q എന്നുള്ളത് ഗ്രീനായിട്ടും M എന്നുള്ളത് റെഡായിട്ട് കൺസിഡർ ചെയ്യുക. അതിനനുസരിച്ച് ഇതിൻ്റെ ഓരോ കണ്ടീഷനും ചെക്ക് ചെയ്യുക. ഇവിടെ ഇതൊരിക്കലും ഒരു സർക്യൂട്ടല്ല, മുൻ ഭാഗങ്ങളിൽ പറഞ്ഞതുപോലെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഓരോ കണ്ടീഷനനുസരിച്ച് അതിന് അനുയോജ്യമായിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്താണ് വരുന്നത്, അതിൻ്റെ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്താണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ നോർമലി ഓപ്പൺ സ്വിച്ച്, അതുപോലെ നോർമലി ക്ലോസ്ഡ് സ്വിച്ച്, അതുപോലെ ടൈമർ, ഇത് മൂന്നിൻ്റെയും ലോജിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇവിടെ ഇതേ പ്രോഗ്രാം വെച്ചിട്ട് തന്നെ ഒരു 2-വേ ജംഗ്ഷനും, സാധാരണ 2-വേ ജംഗ്ഷനിൽ ട്രാഫിക്കിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും ഒരു 2-വേ ജംഗ്ഷനും ഒരു 3-വേ ജംഗ്ഷനും അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമും ഇതിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു 2-വേ ജംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പ്രോഗ്രാം ഇത്രയും മതിയാവും, ഈ ഭാഗം വരെ മതിയാവും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് ഇവിടെ 4M കൊടുത്തതുപോലെ എന്ത് ചെയ്യണം, 2-വേ ജംഗ്ഷനാണ് 2M എന്നും
3 വേ ജംഗ്ഷൻ ആണെങ്കിൽ 3M എന്നും ആ രീതിയിൽ ഫീഡ്ബാക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഒരു ട്രാഫിക് ലൈറ്റിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബേസിക് പ്രോഗ്രാം. പിന്നെ ഇവിടെ PV എന്നുള്ള ഒരു ബട്ടണുണ്ട്, അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ഉണ്ട്. അതിലേക്കാണ് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ ആവശ്യമായ സിഗ്നൽസ് അല്ലെങ്കിൽ അതിന് വേണ്ടി നിർദ്ദേശം കൊടുക്കുക. അപ്പോൾ എവിടേക്കാണോ കൂടുതൽ റഷ്, അല്ലെങ്കിൽ ഏത് ജംഗ്ഷനിലേക്കാണോ കൂടുതൽ സമയം അലോ ചെയ്യേണ്ടത്, ഏത് ജംഗ്ഷനിലാണോ കൂടുതൽ സമയം വാഹനങ്ങൾ പിടിച്ചിടേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീസെറ്റ് വാല്യൂവിലെ ആ വാല്യൂ മാറ്റി കൊടുത്ത് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതും നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 4 വേ ജംഗ്ഷൻ്റെ ഏകദേശ രൂപം അവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് ഒരു 4 വേ ജംഗ്ഷൻ എങ്കിൽ ജംഗ്ഷൻ 1, 2, 3, 4 ഇങ്ങനെയുണ്ട്. അപ്പോൾ ഓരോ ജംഗ്ഷനിലും ഞാൻ നേരത്തെ പറഞ്ഞു 2 വീതം സ്വിച്ചുകളാണ്, 2 വീതം ലൈറ്റുകളാണ്. റെഡ്, ഗ്രീന്, 1Q 1M ആണ് ആദ്യത്തെ ജംഗ്ഷനിലെ ലൈറ്റുകൾ. Q എന്നതുകൊണ്ട് ഗ്രീന് എന്നും M എന്നതുകൊണ്ട് റെഡ് എന്നും ഉദ്ദേശിക്കുന്നു. അത് പ്രകാരം 2Q അതായത് രണ്ടാമത്തെ ജംഗ്ഷനിലെ ഗ്രീന്, 2M രണ്ടാമത്തെ ജംഗ്ഷനിലെ റെഡ്, 3Q 3M, 4Q 4M ഇങ്ങനെ 4 ലൈറ്റുകളാണ്. അതിന് അനുയോജ്യമായ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇവിടെ ഓരോ LED-യും പ്രോഗ്രാമിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടായിരിക്കും. പ്രോഗ്രാം നോക്കിയാൽ മനസ്സിലാവും. 1Q 1M, 2Q 2M, 3Q 3M, 4Q 4M. അത് 4 എന്താണ്, ഇതിൻ്റെ ഔട്ട്പുട്ടുകളാണ്. 1Q 1M എന്നുള്ള രീതിയിൽ ഈ 8 ലൈറ്റുകൾ അനുയോജ്യമായ ഔട്ട്പുട്ടുകളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ ജംഗ്ഷനാണ് ഇവിടെ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ഓൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്വിച്ച് 1I എന്നുള്ള സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആണ് ഇതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപ്രകാരം 1I ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ജംഗ്ഷനിലെ Q, അതായത് ആദ്യത്തെ ജംഗ്ഷനിൽ ഗ്രീൻ എന്നുള്ള ലൈറ്റ് ഗ്ലോ ചെയ്യുകയും ബാക്കി എല്ലാ ജംഗ്ഷനിലും അതേസമയം റെഡ് എന്നുള്ള ലൈറ്റ് ആയിരിക്കും ഗ്ലോ ചെയ്യുക. അതായത് ഇവിടെ പ്രോഗ്രാമിനനുസരിച്ച് ഇവിടെ ആദ്യം ഗ്ലോ ചെയ്യുന്നത് ഗ്രീൻ ആയിരിക്കും. ആ സമയം ബാക്കിയുള്ള ജംഗ്ഷനിൽ അതിൻ്റെ ട്രാഫിക് ലൈറ്റിൻ്റെ ഡിസൈൻ ആ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം Q ഓൺ ആകുമ്പോൾ ഫസ്റ്റ് ജംഗ്ഷനിലെ ഗ്രീൻ ഓൺ ആകുമ്പോൾ ബാക്കി എല്ലാ ജംഗ്ഷനിലും റെഡ് ആയിരിക്കണം. ഇനി ആ ടൈമർ വർക്ക് ചെയ്ത് എന്ത് ചെയ്യണം, ഇത് 1M വരുമ്പോൾ എന്ത് ചെയ്യണം, അതേ സമയം തന്നെ ഈ Q ഓഫ് കണ്ടീഷനിൽ പോവുകയും അതേസമയം അടുത്ത ജംഗ്ഷനിലെ Q ഓൺ കണ്ടീഷനിലേക്ക് വരികയും ചെയ്യണം. അപ്പോൾ ഇവിടെ റെഡ് ആയിക്കഴിഞ്ഞു, അതേസമയം ഇവിടെ ഗ്രീനാണ്, അടുത്ത ജംഗ്ഷനിലെ ഗ്രീനാണ് ഗ്ലോ ചെയ്യുന്നത്. ആ സമയത്ത് ബാക്കിയുള്ള ജംഗ്ഷനിലെ റെഡൊക്കെ 1 ആയിരിക്കും. അതായത് റെഡ് ബാക്കിയുള്ള ജംഗ്ഷനിൽ റെഡ് കത്തിക്കൊണ്ടേയിരിക്കും. ഇനി ഈ QQ വർക്ക് ചെയ്തു, അതാണ് അടുത്ത ടൈമറിൻ്റെ ഇൻപുട്ട്. വർക്ക് ചെയ്ത് 2M കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ജംഗ്ഷനിൽ റെഡ് ഗ്ലോ ചെയ്യുന്നു. ആ സമയത്ത് ഈ 2Q ഓഫ് ആവുകയും അടുത്ത ജംഗ്ഷനിൽ 3Q ഓൺ ആവുകയും ചെയ്യുന്നു. 3Q മീൻസ് ഇവിടുത്തെ ഗ്രീനാണ്. ആ സമയത്ത് ബാക്കിയുള്ള ജംഗ്ഷനിലൊക്കെ റെഡ് ആയിരിക്കും. ഇനി ആ 3Q വെച്ചിട്ട് ടൈമർ വർക്ക് ചെയ്തിട്ട് 3M ഓൺ ആവുന്നു. 3M മീൻസ് മൂന്നാമത്തെ ജംഗ്ഷനിലെ റെഡ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ജംഗ്ഷനിലും റെഡായിരിക്കും. ഇനി അതേസമയം എന്ത് ചെയ്യുന്നു, ആ റെഡ് കിട്ടിക്കഴിഞ്ഞാൽ 3Q ഓഫ് ആവുകയും തുടർന്ന് അടുത്ത ജംഗ്ഷനിൽ 4Q ഓൺ ആവുകയും ചെയ്യുന്നു. ആ 4Q വെച്ചിട്ട് 4M ലഭിക്കുന്നു. 4M കിട്ടിക്കഴിഞ്ഞാൽ 4Q ഓഫായി, അതായത് ആ നാലാമത്തെ ജംഗ്ഷനിലെ ഗ്രീൻ ഓഫായിട്ട് എന്ത് ചെയ്യുന്നു, ആ 4M വീണ്ടും ഫസ്റ്റ് ജംഗ്ഷനിൽ ഫീഡ്ബാക്കായി കൊടുത്തിട്ടുണ്ട്.
അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 4M ആണ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത ജംഗ്ഷനിലേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ ക്രമത്തിൽ ഇതിങ്ങനെ റോള് ചെയ്യുന്നു, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നിർത്തി വെക്കാനോ അല്ലെങ്കിൽ പ്രോഗ്രാം അവിടെ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2i എന്നുള്ള ഒരു സ്വിച്ച് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും.